എൻ്റെ പേര് സിമി സെബാസ്റ്റ്യൻ. ഞാൻ അങ്കമാലി മഞ്ഞപ്ര അമലാപുരം ഇടവകയിൽ നിന്ന് വരുന്നു. 2019 ജനുവരിയിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ്. ആദ്യത്തെ സാക്ഷി എൻ്റെ ജോലി സംബന്ധമായിട്ടാണ്. ഞാനൊരു അഡ്വക്കേറ്റാണ്. അപ്പം ഇൻഡിപെൻഡൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ സാക്ഷ്യത്തിൽ. അത് അച്ഛനെ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞത് പ്രകാരം ഇൻഡിപെൻഡൻ്റായി വർക്കുകൾ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഇൻഡിപെൻഡൻ്റായി എൻ്റെ പ്രാക്ടീസ് ആരംഭിച്ചു. ഇപ്പോൾ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്. 2016 ഹസ്ബൻഡിന് ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തപ്പോൾ ഹാർട്ടിലെ വാൽവിൻ്റെ അകത്ത് ഒരു ചെറിയ ഗ്രോത്ത് ഉണ്ടെന്ന് കണ്ടു. അപ്പോൾ ഡോക്ടേഴ്സ് സർജറിയാണ് സജസ്റ്റ് ചെയ്തത്. സർജറി ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നീട് 2019 ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ അതിലൊരു നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്നു. പിന്നീട് 4 പുതുക്കിയതിന് ശേഷം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥനയിൽ അത് തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നീട് ഇപ്പോൾ 2025 രണ്ടാമത് ഇതിന് ഗ്രോത്ത് ഉണ്ടോ, ഹാർട്ടിനോ ലങ്സിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും എറണാകുളത്തെ ലിസി ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഡോക്ടർ പണ്ടത്തെ റെക്കോർഡ്സ് വെച്ചിട്ട് ഒരു MRI സജസ്റ്റ് ചെയ്തു. ഫെബ്രുവരിയിൽ ഞങ്ങൾ MRI ചെയ്തെങ്കിലും മാർച്ചിലാണ് ഡോക്ടറെ കാണാനുള്ള ഡേറ്റ് കിട്ടിയത്. മാർച്ചിൽ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു അതിന് 2016 ഉണ്ടായിരുന്ന അതേ ഗ്രോത്ത് ഒന്നുമില്ല. ഇപ്പം നിലവിൽ സർജറിയുടെ ആവശ്യമില്ല, ഒന്നും വേണ്ട. ഒരു 6 months കൂടുമ്പോൾ എന്തെങ്കിലും നമ്മൾ ഓർഡിനറി ചെയ്യുന്ന മെഡിക്കൽ ചെക്കപ്പ് മാത്രം ചെയ്താൽ മതി, സർജറിയുടെ യാതൊരു ആവശ്യമില്ല എന്ന് പറഞ്ഞു. ആദ്യത്തെ സാക്ഷ്യത്തിൽ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ആദ്യം ഞാൻ പറഞ്ഞിരുന്ന സാക്ഷ്യം എൻ്റെ ജോലി സംബന്ധമായിട്ടുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ ഇൻഡിപെൻഡൻ്റായിട്ട് പ്രാക്ടീസ് തുടങ്ങിയെങ്കിലും എനിക്ക് സ്വന്തമായിട്ടൊരു ഓഫീസ് തുടങ്ങണം, ഓഫീസ് ഇടണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 3 സെൻറ്റ് സ്ഥലം കൊച്ചിയിലുണ്ട്. അപ്പോൾ അവിടെ വീട് പണിയാനായിട്ട് ഞാൻ 2013 പ്ലാൻ പാസ്സാക്കിയതാണ്. പക്ഷേ അത് എക്സ്പയറി ആയിപ്പോയായിരുന്നു. 3 പ്രാവശ്യം റിന്യൂ ചെയ്തു. പക്ഷേ എനിക്ക് അത് പണിയാൻ സാധിച്ചില്ല. അതിനുശേഷം 2023 ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം അതൊരു നിയോഗമായിട്ട് വെച്ചു. ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു, തരം മാറ്റി കിട്ടണമായിരുന്നു. അപ്പോൾ അതിനെല്ലാം ഓരോ ഗവൺമെൻറ് ഓഫീസുകളിലും പോകുമ്പോൾ ഞാൻ മാതാവിൻ്റെ ഉപ്പ് ആ ഓഫീസുകളിൽ വിതറുമായിരുന്നു. ഉടമ്പടി കാശ് രൂപം കയ്യിൽ പിടിച്ചിട്ടേ ഞാൻ പോകുമായിരുന്നുള്ളൂ. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറയും, അമ്മ എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ ആരും വേണ്ട, അമ്മ മാത്രം റെക്കമെൻഡ് ചെയ്താൽ മതി. അങ്ങനെ ഒരു കുഴപ്പം, ഒരു തടസ്സം ഇല്ലാതെ എല്ലാം സ്മൂത്തായിട്ട് തരം മാറി കിട്ടി. എല്ലാം പ്ലാൻ പാസ്സായി. വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തു. അതിനൊരു തടസ്സവും ഉണ്ടായില്ല. എൻ്റെ ജോലി അതിനോടൊപ്പം കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ അങ്കമാലിയിലാണ് താമസിക്കുന്നത്, കൊച്ചിയിലാണ് പ്രോപ്പർട്ടി. അപ്പോൾ അതിൻ്റെ വർക്ക് നോക്കാൻ പറ്റി. എൻ്റെ ജോലി, എൻ്റെ കുടുംബം എല്ലാം ഒരു സ്മൂത്തായിട്ട് തന്നെ നടന്നുപോയിരുന്നു. അങ്ങനെ വന്ന് ഞാൻ ഇപ്പോൾ 2026 ജനുവരിയിൽ അതിൻ്റെ വെഞ്ചിരിപ്പം കഴിഞ്ഞു. ഇപ്പോൾ ഓഫീസും വീടും കൂടി ഒരുമിച്ച് കൊച്ചി കോടതിയുടെ അടുത്തായിട്ട് തന്നെ എനിക്ക് തുടങ്ങാനായിട്ട് സാധിച്ചു. പിന്നെ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞത്, എനിക്ക് 2025 ഹൈ BP ആയിരുന്നു. അത് കോടതിയിൽ വെച്ചാണ്. പെട്ടെന്ന് എനിക്കൊരു തലകറക്കം ഉണ്ടായി. അപ്പോൾ തന്നെ ഒരു ക്ലിനിക്കിൽ പോയി 185 ഡിക്റ്റേറ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് BP ചെക്ക് ചെയ്യണം, മെഡിസിൻ കണ്ടിന്യൂ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ റെസ്റ്റ് എടുക്കണം, കൂടുതലായിട്ട് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഉറങ്ങാൻ 4:30 ആകുമ്പോൾ എഴുന്നേറ്റാലേ 7:30 എനിക്ക് എറണാകുളത്തേക്ക് പോരാൻ പറ്റുള്ളൂ. കൊച്ചിയിലാണ് എൻ്റെ വർക്ക് നടക്കുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുർബാന മുടങ്ങാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇനി BP ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ കാശ് രൂപം കൈ പിടിച്ചിട്ട് എപ്പോഴും പോകുന്നത്, മാതാവായിരിക്കണം എൻ്റെ BP നോക്കേണ്ടത്. അങ്ങനെ 185 ഉണ്ടായിരുന്നു ഡിക്റ്റേറ്റ് ചെയ്തിരുന്നത്. പിന്നെ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ 130, ലാസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ 120/80 നിന്നു. ഇതുവരെ ഒരു വർഷമായിട്ട് എനിക്ക് യാതൊരു മെഡിസിൻ എടുക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ ഫുഡും ഞാൻ നോർമൽ എങ്ങനെയാണ് കഴിക്കുന്നത് അതുപോലെ തന്നെയാണ് കഴിക്കുന്നത്. പിന്നെ പുതിയ വീട്ടിൽ വാട്ടർ കണക്ഷൻ എടുത്തപ്പം ഇതുപോലെ വെള്ളത്തിൻ്റെ കണക്ഷൻ എല്ലാം കിട്ടി. കണക്ഷൻ കൊടുത്തു, പ്ലംബർ വന്നു, വാട്ടർ അതോറിറ്റി ആൾ വന്നു. പക്ഷേ എനിക്ക് ടാങ്കിൽ വെള്ളം വരുന്നില്ല. ഇങ്ങനെ 2 ആഴ്ച വന്നിട്ടും വെള്ളം വരുന്നില്ല. എല്ലാവരും വന്ന് നോക്കി, എന്താണെന്ന് അറിയുന്നില്ല. ഞാൻ മാതാവിനോട് വേഗം പ്രാർത്ഥിച്ചു, മാതാവ് ഇത് എന്താ വരാത്തേ, മാതാവിൻ്റെ കാരണം എന്താണെന്ന് കാണിച്ചു കൊടുത്താലേ അവർക്കും ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ വേഗം ഉപ്പ് എടുത്തുകൊണ്ട് വന്നു, പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അത് ഉടമ്പടി ഉപ്പാണ് ഉപയോഗിച്ച് തൈലം പ്രാർത്ഥിച്ചു. ഉടമ്പടി ഉപ്പ് വിതറിയാൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ആൾ വന്നു
നോക്കിയിട്ട് പറഞ്ഞു അതിൻ്റെ അകത്ത് വേറൊരു കണക്ഷനും കൂടെ ഉണ്ടോ എന്ന് നോക്കണം എന്ന് പറഞ്ഞ് പിന്നെയും ടാങ്കിൻ്റെ അല്ല, പബ്ലിക് റോഡാണ്, അത് രണ്ടുമാത് കുഴിച്ചു. കണക്ഷൻ കൊടുത്തപ്പോൾ ധാരാളം വെള്ളം, ഇഷ്ടം പോലെ വെള്ളം എൻ്റെ ടാങ്കിൽ നിറഞ്ഞു. ഇപ്പോൾ യാതൊരു ക്ഷാമമില്ലാതെ നിറച്ച് വെള്ളമായിട്ട് ഇരിക്കുകയാണ്. അമ്മയ്ക്കും മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ മാസവും 5 കെട്ട് പത്രം ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകും. ഞാനും എൻ്റെ ഹസ്ബൻഡും ചേർന്ന് ഷോപ്പുകളിലും ഹോസ്പിറ്റലിലുമാണ് മെയിനായിട്ട് പത്രം വിതരണം ചെയ്യുക. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാനും എനിക്ക് സമയമുള്ളപ്പോഴൊക്കെ ഞാൻ പൊതിച്ചോറ് കെട്ടി പാവപ്പെട്ടവർക്ക് കൊടുക്കും. പിന്നെ എൻ്റെ അടുത്ത് കേസിന് വരുന്ന കക്ഷികളുടെ അടുത്ത് ഞാൻ കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയി ഉടമ്പടി എടുക്കുക. അപ്പോൾ നിങ്ങളുടെ കാര്യവും എൻ്റെ കാര്യവും എളുപ്പമാകും. എനിക്ക് കോടതിയിൽ കേസ് പറയാനേ പറ്റുള്ളൂ, പക്ഷേ അമ്മയുടെ മധ്യസ്ഥതയിലാണ് അതെല്ലാം നടക്കേണ്ടത്. ഞാൻ എപ്പോഴും ഒരു കേസിന് പോകുമ്പം എൻ്റെ കയ്യിൽ എപ്പോഴും എൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ എപ്പോഴും കൃപാസന മാതാവിൻ്റെ അച്ഛൻ തന്ന ഒരു കാശ് രൂപമുണ്ട് എനിക്ക്. ആ കാശ് രൂപം എപ്പോഴും എൻ്റെ പോക്കറ്റിലുണ്ടാവും. അത് ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ എപ്പോഴും കോടതിയുടെ അകത്തേക്ക് കയറുക. അപ്പം ഞാൻ പറയുന്നൊരു പ്രാർത്ഥന ഇതാണ്: അമ്മേ മാതാവേ, നീ ആയിരിക്കണം കേസ് പറയണത്, ഞാനല്ല. ഈശോ ആയിരിക്കണം ജഡ്ജിയായിട്ട് അവിടെ ഇരിക്കണത്. ഞാൻ പറയുന്നതെല്ലാം മനസ്സിലാകണം. നീതി നടത്തി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ രാവിലെ എന്ന് വരുമ്പോഴും ഒരു 3 ജപമാലയെങ്കിലും ഞാൻ കൃപാസനത്തിന് വേണ്ടിയും ജോസഫ് അച്ഛന് വേണ്ടി ഇവിടുത്തെ ശുശ്രൂഷകൾക്ക് വേണ്ടി എല്ലാം ചെയ്യും. ട്രെയിനിലിരുന്നാകുമ്പോഴും ബസ്സിലാകുമ്പോഴും എനിക്ക് അതിനുള്ള സമയം കിട്ടാറുണ്ട്. പിന്നെ എൻ്റെ കക്ഷികളുടെ അടുത്ത് വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത് അവരെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഞാനിവിടെ വിടാറുണ്ട്. അതനുസരിച്ച് ഒത്തിരി പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അവരെൻ്റെ അടുത്ത് വന്ന് പറയുകയും ചെയ്യാറുണ്ട്. ഈശോയും അമ്മ മാതാവും ചേർന്ന് എൻ്റെ കുടുംബത്തിനും ചെയ്തു തന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഉടമ്പടിയിൽ ജീവിതകാലം മുഴുവൻ തുടരാൻ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് അമ്മയോട് പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 11-12 തിരുവചനങ്ങൾ. സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുൻപിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കണമെന്നും എന്തു പറയുമെന്നും ഉത്കണ്ഠാകുലരാകേണ്ട. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. അഡ്വക്കേറ്റ് സിമിയുടെ വളരെ ശക്തമായ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം ഇവിടെ കേട്ടത്. ഈ നാളുകളിൽ നമുക്കറിയാവുന്നതുപോലെ ഹൈലി പ്രൊഫൈൽഡായിട്ടുള്ള ആളുകൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ അവരുടെ ജീവിതത്തിലെ ഉന്നത നിലവാരത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ, ഒരു ദൈവപുത്രൻ്റെ മാതാവ് എന്ന ഒരു വലിയ സ്റ്റാറ്റസിൽ നിന്ന് പരിശുദ്ധ അമ്മ ഇറങ്ങി വരുന്നത്, സ്വർഗ്ഗദൂതനോട് പറയുന്നത്, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ എന്നാണ്. ദൈവപുത്രൻ ജനിക്കണമെങ്കിൽ അത്രമാത്രം പരിശുദ്ധ അമ്മ താഴ്ന്നു കൊടുത്തു. അവിടുത്തെ താഴ്മയിൽ ദൈവം തൃക്കൺ പാർത്തു എന്നാണ് പരിശുദ്ധ അമ്മ സ്തോത്രഗീതത്തിൽ പാടുന്നത്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഈ ദാസിയുടെ താഴ്മയെ അവിടുന്ന് തൃക്കൺ പാർത്തു എന്ന് പരിശുദ്ധ അമ്മ വളരെ മനോഹരമായി പാടുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ നാം വായിച്ചെടുക്കുകയാണ്. അഡ്വക്കേറ്റ് സിമിയുടെ ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്നത് തന്നെയാണ്. അവരുടെ എല്ലാ ജീവിത പ്രതിസന്ധികളിലും തൻ്റെ തീരുമാനങ്ങളെല്ലാം പരിശുദ്ധ അമ്മയിലൂടെ നിറവേറണം. പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് നൽകി, ഈശോയാണ് എൻ്റെ കുടുംബത്തിൻ്റെ തീരുമാനങ്ങൾ. ഞാനുമായി ബന്ധപ്പെടുന്നവർ എൻ്റെ പ്രൊഫഷണൽ ലൈഫുമായി ബന്ധപ്പെടുമ്പോഴെല്ലാം എനിക്ക് ഈശോ നൽകുന്ന വലിയ തീരുമാനമാണ് ഉണ്ടാകേണ്ടതെന്ന് സിമിക്ക് വളരെ നിർബന്ധമുണ്ട് എന്നാണ് ഈ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അവരുടെ ജീവിതത്തിലെ അസ്വസ്ഥതകൾ, തൻ്റെ ജീവിത പങ്കാളിക്ക് ഹാർട്ടിനൊരു വാൽവുണ്ടായപ്പോൾ വാൽവിൻ്റെ തടിപ്പ് വളരെ അസ്വസ്ഥതപ്പെടുത്തിയിരുന്നു. അവരിവിടെ നിന്ന് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ച് സ്കാൻ ചെയ്തപ്പോൾ അതിന് ഗ്രോത്ത് ഇല്ല എന്ന് കാണുവാനും അവർക്ക് വലിയൊരു സമാധാനം ഉണ്ടാവുകയും ജീവിതത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നൊരു വലിയ വാർത്ത അവർക്ക് ലഭിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ സിമി പറയുകയുണ്ടായി, ഇൻഡിപെൻഡൻ്റായി വർക്ക് ചെയ്യുവാൻ വീടും ഓഫീസും ഒക്കെ ഒരു പ്ലാൻ ചെയ്ത ഒരു പദ്ധതി മകൾക്കുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ എക്സ്പയറി കഴിഞ്ഞിട്ടും പരിശുദ്ധ അമ്മ അതിനെ റിന്യൂ ചെയ്ത് ആ ഒരു പദ്ധതിയെ വീണ്ടും പുനരാവർത്തിക്കുന്നതായിട്ട് സിമിയോട് ഏറ്റു പറയുകയാണ്. ഇൻഡിപെൻഡൻ്റായി ഒരു വക്കീലിന് ജോലി ചെയ്യേണ്ടി വരുമ്പോൾ ഒരുപാട് ഉന്നതമായ തീരുമാനങ്ങളും തനിക്ക് തനിച്ചെടുക്കേണ്ട തീരുമാനങ്ങൾ ഒക്കെ വരുമ്പോഴെല്ലാം പരിശുദ്ധ അമ്മ വളരെ കൃത്യമായി അത് പറഞ്ഞു കൊടുക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ എല്ലാം ചെയ്യുവാനുള്ള വലിയ സാധ്യത ആ വീടും സാഹചര്യവും മകൾക്ക് നൽകിയിരിക്കുകയാണ്.
ഈശോ പറയുന്നത് പോലെ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, നീതിക്ക് വേണ്ടി വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ സ്വർഗരാജ്യം കൈവശമാക്കുമെന്നാണ് പറയുന്നത്. എല്ലാ നിയമപാലകരും സ്വർഗരാജ്യം പ്രാപിക്കുന്നതുവരെ സന്തോഷത്തോടു കൂടി അവിടുത്തെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന വളരെ അർത്ഥവത്തായി നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ നമുക്ക് സാധിക്കും. ഇവരുടെ ജീവിതത്തിലുണ്ടായ ഒരു ആശങ്കയായിരുന്നു ഇവരുടെ വാട്ടർ കണക്ഷൻ എടുത്തിട്ടും വെള്ളം വരാത്തൊരവസ്ഥയിൽ നേർച്ച വസ്തുവായ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചപ്പോൾ വളരെ പെട്ടെന്ന് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ 4 വലിയ സാക്ഷ്യങ്ങളാണ് ഇവരിവിടെ ഏറ്റുപറയുന്നത്. ഇവരുടെ ഏതൊരു പ്രതിസന്ധിയിലും പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഈശോ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് കൃപകൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്തതിൻ്റെ സാക്ഷ്യമാണ്. എത്ര തന്നെ പ്രതിസന്ധികളുണ്ടായാലും നമ്മുടെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ജീവിതഭാരം ലഘൂകരിക്കുന്ന ഈ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.